ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ഓ ആരാധന 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 ആരാധന. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. സത്യമായും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളൊന്നു ചേർന്നായിരിക്കുന്നു. ഭാരതത്തിൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം കടന്നു വന്നതിൻ്റെ ജൂബിലി വർഷത്തിലാണ്. ലോകമെമ്പാടും നവീകരണാനുഭവത്തിലേക്ക് കടന്നു വരാൻ ഭാഗ്യം കിട്ടിയ എല്ലാവരോടും ചേർന്ന് അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ ആരാധിച്ചുകൊണ്ട് ആലപിക്കുന്നു. ആരാധ്യനായ ഈശോയെ, അങ്ങയ്ക്ക് ആരാധന, അങ്ങയ്ക്ക് സ്തുതി, അങ്ങയ്ക്ക് മഹത്വം. നിൻ കരത്തിൻ
ആശ്ലേഷം പകരുന്നു ബലമെന്നേ. ഈശോയെ നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നേ. നാളിതുവരെയും അങ്ങ് നൽകിയ എല്ലാ അനുഭവങ്ങളെയും പ്രതി നിൻ കരത്തിൻ ആശ്ലേഷം കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ അനുഭവത്തിലൂടെ അങ്ങയുടെ ആശ്ലേഷം അനുഭവിക്കുവാൻ ഭാഗ്യം കിട്ടിയവരാണ് ഞങ്ങൾ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ഓ ആരാധന 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണോ അങ്ങേ ആരാധിക്കുന്നതെങ്കിലും ഞങ്ങളൊരു കുടുംബമായി, ഒരു സമൂഹമായി അങ്ങേ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൊതിക്കുകയാണ്. അങ്ങ് തന്ന അനുഗ്രഹങ്ങൾ ഓരോന്നും നന്ദിയോടെ ഓർത്ത് നവീകരണ ശുശ്രൂഷകളിലൂടെ അങ്ങേ വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ, ആഴമായ മനസാന്തരത്തിലേക്ക് വരുവാൻ, അങ്ങയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതത്തിനുടമകളാകുവാൻ ഞങ്ങളെ ഓരോ തരത്തിലും അങ്ങ് അനുവദിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. കർത്താവേ, ഇന്ന് അങ്ങേക്ക് നന്ദി പറയുമ്പോൾ ഞങ്ങളുടെ ഹൃദയം തുടിക്കുന്ന സ്നേഹത്തോടെ തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ്. നമുക്കൊന്ന് ചേർന്ന് പാടി അവിടുത്തെ സ്തുതിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ചേർന്ന് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായും കുടുംബമായും സമൂഹമായും സഭയായും ഈശോയെ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ, അങ്ങ് തന്ന നന്മകൾ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അറിയിക്കാത്ത നന്മകളും എനിക്കേകിലും ദയാനിധേ. അറിയിക്കാത്ത നന്മകളും
നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. കർത്താവേ, ചോദിക്കാതെ തന്നെ അങ്ങ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളോ എത്രയോ എത്രയോ. യേശു എല്ലാറ്റിനും നന്ദി പറഞ്ഞ് അങ്ങേ മഹത്വപ്പെടുത്തട്ടെ. എനിക്കായി അങ്ങ് ചെയ്ത ഓരോ നന്മകളും ഈശോയെ ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഈ വിശ്വാസ സമൂഹത്തോട് ചേർന്ന നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അങ്ങ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളും നന്മകളും അനുസ്മരിച്ച് അങ്ങയുടെ അരികിലായിരിക്കുമ്പോൾ ഞങ്ങൾ അറിയുന്നു, അങ്ങ് തന്ന അനുഗ്രഹങ്ങളോടും അവസരങ്ങളോടും കൃപകളോടും അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ സഹകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. അങ്ങ് തന്ന കൃപകൾ പലതും ഞങ്ങളിൽ പാഴായി പോയിട്ടുണ്ട്. അങ്ങ് തന്ന വരദാന ഫലങ്ങളോ ഞങ്ങളിൽ സമൃദ്ധമാകേണ്ടതിന് പകരം ഞങ്ങളുടെ സഹനക്കുറവോ, ഞങ്ങളുടെ ശ്രദ്ധക്കുറവോ, ഞങ്ങളുടെ വിശ്വാസക്കുറവോ പലതും അങ്ങ് ആഗ്രഹിക്കുന്ന സമൃദ്ധി ഞങ്ങൾ ഉണ്ടാകുവാൻ തടസ്സമായി പോയി. ഇന്ന് തിരുമുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് ഏറ്റുപറയുകയാണ്. ഇനി അങ്ങയുടെ ഇഷ്ടം പോലെ, അങ്ങയുടെ മനസ്സ് പോലെ, അങ്ങയുടെ ഹിതത്തിനൊത്ത് ഞങ്ങൾ ജീവിച്ചുകൊള്ളാം. പരിശുദ്ധ അമ്മയെ പോലെ അങ്ങയുടെ ദാസരായി ജീവിച്ചുകൊണ്ട് അങ്ങയുടെ ശക്തി ഞങ്ങളിൽ നിറയുവാനും അങ്ങ് ആഗ്രഹിക്കുന്നവ ഞങ്ങളിലൂടെ ഫലമണിയുവാനും കൊതിച്ചുകൊണ്ട് ഞങ്ങൾ ആലപിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഇഷ്ടങ്ങൾ മാത്രമേ എന്നിൽ യേശുവേ, നിന്റെ ഹിതത്തിൻ നടുവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട യേശുവേ, നിന്റെ ഹിതത്തിൻ നടുവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ ശോഭ കെട്ടുപോകാൻ കാരണം, ഞങ്ങളുടെ തിളക്കം കെട്ടുപോകാൻ കാരണം ഞങ്ങൾ അങ്ങയോട് സഹകരിക്കുന്നതിൽ പലപ്പോഴും വീഴ്ച വരുത്തി. അങ്ങയുടെ ഇഷ്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ ഇഷ്ടങ്ങളിലൂടെ ഞങ്ങൾ ചരിച്ചപ്പോൾ ഞങ്ങളുടെ ശോഭ കെട്ടുപോയിട്ടുണ്ട്. കർത്താവേ, അങ്ങ് തന്ന ആത്മാവിനെ ഞങ്ങൾ നിർവീര്യമാക്കി കളഞ്ഞു. അങ്ങ് തന്ന പ്രേരണകളെ ഞങ്ങൾ പലപ്പോഴും കെടുത്തി കളഞ്ഞു. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തമായ പ്രേരണകൾ ഉണ്ടായിട്ടും അതിനോട് പൂർണ്ണമായി സഹകരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ, ഞങ്ങൾ ഞങ്ങളുടെ വഴികളിലൂടെ നീങ്ങിയപ്പോഴാ അങ്ങ് ആഗ്രഹിക്കുന്നവയിൽ നിന്ന് ഞങ്ങൾ ഏറെ അകന്നുപോയി. ഇന്ന് തിരുമുമ്പിൽ നിന്നുകൊണ്ട് നിന്നിലേക്ക് തിരിച്ചു വരാൻ കൊതിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ആലപിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇനി ഞങ്ങളുടെ ഇഷ്ടങ്ങളല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളിൽ നടക്കണം. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഇത് അങ്ങയുടെ മക്കളായി ജീവിക്കാൻ കൊതിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട യേശുവേ, നിന്റെ ഹിതത്തിൻ നടുവിൽ ഞാൻ
പ്രശോഭിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട യേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ ഇനിയുള്ള ജീവിതം പുനഃക്രമീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ അരികിൽ അണഞ്ഞിരിക്കുകയാണ്. അങ്ങയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് വിള്ളലുകൾ വന്നിട്ടുണ്ട്. അങ്ങ് ഞങ്ങളെ അതിരറ്റു സ്നേഹിച്ചു. അർഹമല്ലാത്ത അവസ്ഥകളേറെ ഉണ്ടായിട്ടും അങ്ങ് അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു. വഴിതെറ്റിപ്പോയിട്ടും ഞങ്ങളെ വിട്ടുകളയാതെ അങ്ങ് കൂടെ വന്നു. ഞങ്ങൾ മറന്നിട്ടും അങ്ങ് ഞങ്ങളെ മറന്നില്ല. ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടും അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. വീണ്ടും വീണ്ടും അങ്ങയുടെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നു. കൂടെ നടക്കാൻ അങ്ങാണ് തയ്യാറായത്. കൂട്ടിക്കൊണ്ട് നടക്കാൻ അങ്ങാണ് മുന്നോട്ട് വന്നത്. ഞങ്ങളെ വിട്ടുകളയാതെ ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനുള്ള തീരുമാനം തിരുമുമ്പിൽ അർപ്പിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ ആലപിക്കുന്നു. നിന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട യേശുവേ, എൻ്റെ ഇഷ്ടങ്ങൾ ഇനി ഒന്നും വേണ്ട എൻ്റെ യേശുവേ. നിന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട യേശുവേ, ഇനി നിന്റെ ഇഷ്ടം പോലെ നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. നിന്റെ ഹിതത്തിൻ നിറവിൽ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേ യേശുവേ. ആരാധന ആരാധന അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ച് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇനി അങ്ങയുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് തരുന്ന എല്ലാ അവസരങ്ങളോടും സഹകരിച്ച് അങ്ങയുടെ ഹിതം പോലെ ജീവിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. ഞങ്ങളാ എല്ലായിടത്തും എല്ലായ്പ്പോഴും അങ്ങയെ പ്രഘോഷിക്കുന്ന ജീവിതങ്ങളായി ഞങ്ങൾ മാറട്ടെ. ഓ കർത്താവേ, നിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ. പരിശുദ്ധ മാമോദീസായിലൂടെ അങ്ങ് ഞങ്ങളിലേക്ക് വർഷിച്ച അങ്ങയുടെ ആത്മാവിനെ വീണ്ടും നൽകണമേ എന്ന് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കൂദാശകളിലൂടെ അങ്ങ് ഞങ്ങളിലേക്ക് വർഷിക്കുന്ന അങ്ങയുടെ ആത്മാവ് ഞങ്ങളിൽ നിന്ന് കത്തിച്ചൊലിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് തരുന്ന വരങ്ങളും ദാനങ്ങളും ഞങ്ങളിൽ കത്തിച്ചൊലിക്കട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ആത്മാവിന്റെ ഫലസമൃദ്ധിയിലുള്ള ഒരു പുതിയ ജീവിതം ഞങ്ങൾ ആരംഭിക്കട്ടെ. അങ്ങയുടെ മകനായി മകളായി ജീവിക്കുവാൻ ഇതാ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. കർത്താവേ, അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിന്റെ സർവസ്വമായി ഏറ്റുപറയുകയാണ്. അങ്ങേ ഞങ്ങളുടെ നാഥനായി രക്ഷകനായി ഏറ്റുപറയുന്നു.
ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു തരുവാൻ തയ്യാറായി നിൽക്കുന്ന അങ്ങയുടെ അരികിലേക്ക് ഇതാ ഞങ്ങളും ഒരുമിച്ച് വരികയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന സകലരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കൃപകൾ ഞങ്ങളുടെ മേൽ ഈ സമയം സമൃദ്ധമാക്കുവാൻ തിരുവുള്ളവാകണമേ. അങ്ങേ കൃപാപ്രവാഹത്തിൽ ഞങ്ങളെല്ലാവരെയും ഈ സമയം അങ്ങ് മുക്കിക്കുളിക്കുവാൻ ഇടയാക്കണമേ. ഓ കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, അവിടുത്തെ ആത്മാവിനാൽ നിറയുവാൻ ആഗ്രഹിച്ചോ അവിടുത്തെ തിരുസന്നിധിയിൽ നമുക്ക് ഈ നിമിഷങ്ങളിൽ വളരെ പ്രത്യേകമായി പ്രാർത്ഥിച്ചായിരിക്കാം. സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മുടെ മേലും ലോകം മുഴുവന്റെ മേലും വീണ്ടും കത്തിജ്വലിക്കട്ടെ. പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാർ പ്രാർത്ഥിച്ചൊരുങ്ങിയതുപോലെ അതേ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് നമ്മളെല്ലാവരെയും വീണ്ടും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാളമായി ഞങ്ങളുടെ മേൽ പതിക്കണമേ, കൊടുങ്കാറ്റായി വീശണമേ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ ദിവികാന്യ സന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ട് ആത്മാവിന്റെ നവാഭിഷേകം ആഗ്രഹിച്ചോ ആലപിച്ചോ പ്രാർത്ഥിക്കാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇതാ പരിശുദ്ധ കത്തോലിക്കാ സഭയെ മുഴുവൻ അവിടുത്തെ തിരുമുമ്പിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം. പരിശുദ്ധ പിതാവിനെയും നമ്മുടെ എല്ലാ മെത്രാപ്പൊലീത്തമാരെയും മെത്രാന്മാരെയും വൈദികരെയും സമർപ്പിതരെയും വിശ്വാസ സമൂഹത്തെ മുഴുവൻ അവിടുത്തെ ആത്മാവിന്റെ നവാഭിഷേകത്തിനായി സമർപ്പിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഭാരത സഭയെ വളരെ പ്രത്യേകമായി കർത്താവിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കാം. ഭാരതത്തിലെ മെത്രാൻ സമിതിയെയും മുഴുവൻ വിശ്വാസികളെയും സമർപ്പിക്കാം. ഇതാ ഭാരതത്തിൽ ഈശോയെ അറിയാത്ത കോടാനകോടി മക്കളുണ്ട്. ഇത് നമ്മൾ ഇന്നും 2% താഴെയായിട്ട് നിൽക്കുമ്പോൾ കർത്താവോ ഇന്ന് നമ്മളെ എല്ലാവരെയും അഭിഷേചിച്ച് അനുഗ്രഹിക്കട്ടെ. ഭാരത സഭയുടെ പ്രേക്ഷിതരായി തീരുവാൻ നമ്മളെല്ലാവരെയും അവിടെ നിന്ന് ഉണർത്തുന്നുണ്ട്. ആത്മാവിനാൽ നിറഞ്ഞോ വിശുദ്ധ സ്ലീഹന്മാരെ പോലെ ഇത് നമ്മളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഈശോയെ പ്രഘോഷിക്കുന്ന ജീവിതത്തിനുടമകളായി തീരുവാൻ വിശുദ്ധ ദേവസഹായം പിള്ളയുടെയും എല്ലാ വിശുദ്ധാത്മാക്കളുടെയും പ്രത്യേകിച്ചും ഭാരതത്തിലുള്ള വിശുദ്ധാത്മാക്കളുടെയും മാധ്യസ്ഥത്തിൽ ആത്മാവിന്റെ നവാഭിഷേകത്തിനായി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഭാരതത്തിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന സകലരെയും ലോകമെമ്പാടും ഇരുന്ന ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന എല്ലാവരെയും അവിടുത്തെ ആത്മാവ് ഈ സമയം അഭിഷേചിച്ച് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വീണ്ടും ശക്തിയായി ഇറങ്ങി വരുന്ന അനുഭവിക്കാൻ കഴിയട്ടെ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഇടവകളെയും ഇതാ നമ്മുടെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും അഭിഷേചിക്കട്ടെ. ഭൗതിക മണ്ഡലങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ കർത്താവ് നമ്മെ വളരെ പ്രത്യേകമായി അഭിഷേചിക്കുന്നു. നമ്മുടെ മിഷൻ മേഖലകളെ തിരിച്ചറിയട്ടെ, ശുശ്രൂഷ വേദികളെ തിരിച്ചറിയട്ടെ,
ആത്മാവ് നിറയട്ടെ. ആത്മാവ് ശക്തമായി നമ്മളിൽ ഈ സമയം പ്രവഹിക്കട്ടെ. ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി അവിടുത്തെ ആശീർവാദം തേടിക്കൊണ്ട് ആത്മാഭിഷേകം വീണ്ടും വീണ്ടും തേടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ 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 ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ.